ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ വൈകിട്ടായപ്പോൾ വെയിലൊക്കെ ആറിയപ്പോൾ നമ്മൾ വിരിച്ചിട്ടിരിക്കുന്ന തുണിയൊക്കെ വേഗം അങ്ങോട്ട് കൈയോടെ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് മറന്നു പോകും കേട്ടോ. ഇപ്പോൾ പിന്നെ ഏത് സമയത്താണ് മഴ പെയ്യാമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും, ചിലപ്പോൾ നട്ടുച്ചയ്ക്കായിരിക്കും, ചിലപ്പോൾ നട്ടപ്പാതിരയ്ക്കായിരിക്കും, രാവിലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് അങ്ങോട്ട് കൈയോടെ ഉണങ്ങിയത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അതും കൂടെ സോപ്പ് പൊടിയിൽ അങ്ങോട്ട് താത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അത് കൈയോടെ അങ്ങോട്ട് കുത്തിയിടാൻ വിചാരിച്ചു. അപ്പോഴേക്കും അതിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം സോപ്പ് പൊടിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ലേ തിരുമ്പാൻ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ട് ഒന്നുകൂടി കുതിരട്ടെ. അതങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഡെയിലി അടിച്ചു വരേണ്ട വട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റാന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചപ്പുണ്ട് കേട്ടോ. ഇവിടെ മരമൊന്നും ഇല്ലെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും പറമ്പിലൊക്കെ നല്ല മരമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് നല്ലോണം അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പൊഴിയനെ കൊണ്ട് നമുക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ടാവും. ഒരു ദിവസമൊക്കെ അടിച്ചു വരിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ലോണം ഉണ്ടാവും കേട്ടോ. കാരണം വൈകിട്ട് ഇവിടെ അടിച്ചു വരണം. നമ്മൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നരാട കൂടുമ്പോഴേക്ക് അടിച്ചാൽ മതി. അവിടെ വലിയ കരടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കരടില്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നരാട അടിച്ചു വരാറുണ്ട്. ഡെയിലി വൈകിട്ട് നമ്മൾ രണ്ട് പുറം അടിച്ചു വരാറൊന്നുമില്ല കേട്ടോ. ചപ്പുള്ളതിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കാറാണ് ചെയ്യുക. അങ്ങനെ ബാക്ക് വശം അങ്ങോട്ട് അടിച്ചു വാരി റെഡി ആക്കിയിട്ടുണ്ട്. അവിടെ രണ്ട് മുരിങ്ങാക്കൊമ്പ് ഞാൻ കുത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കൂടെ മുരിങ്ങാക്കൊമ്പ് കുത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിപ്പോൾ ഈ പറഞ്ഞ പോലെ കൈക്കോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ കണ്ണൻകുട്ടി പറഞ്ഞു കൈക്കോട്ട് ഇപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മാമൻ പോയി നോക്കിയിട്ട് ചിലപ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത് അങ്ങനെ ഒരു ദിവസമായിരിക്കുന്നു. അതിപ്പോൾ ഇന്ന് കൈയോടെ അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി വേഗം അങ്ങോട്ട് തുടയ്ക്കാമെന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ മോപ്പിൻ്റെ ഇത് നമ്മൾ ആ നാൾ തിരുമ്പിയിട്ട്, നാളല്ല തലേ ദിവസം തിരുമ്പിയിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അതെടുത്ത് കോലിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ആ ലോഷനും ഒഴിച്ചു കൊടുത്തിട്ട് വേഗം റൂമും കാര്യങ്ങളൊക്കെ ഹാളും എല്ലാം അവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് കേട്ടോ വൃത്തിയിൽ. ഈ വൈകിട്ട് ഈ ഒരു അടിച്ചു വാരി തുടക്കലും നമ്മുടെ വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ഈ ചെയ്യുക. ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഒരു 5-5:30 ആകുമ്പോഴേക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒരു 3:45-4 മണിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ഒരു 5:30 ആകുമ്പോഴേക്കും എല്ലാം ഒരു വിധം കൊണ്ട് ഒതുങ്ങിക്കോളൂ കേട്ടോ, വിളക്ക് വെക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അത് കാരണം എല്ലായിടും അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നമ്മൾ ഈ സ്റ്റൂളൊക്കെ നീക്കി അടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കും. അതിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ എടുക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിച്ച് നീക്കിയിട്ട് കൈയോടെ അരുമുക്കൊക്കെ നോക്കി അടിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വെള്ള ടൈലായ കാരണമല്ലേ ഇവിടെ നല്ലോണം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ വേഗം അറിയാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കാറുണ്ട്. ചില ദിവസങ്ങൾ വയ്യാത്ത ദിവസങ്ങളിൽ ഒന്നരാടം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പറഞ്ഞാൽ പൂജയ്ക്ക് രാവിലെ നേരത്തെ കാലത്തെ സ്കൂളിലേക്ക് പോകേണ്ടതാണ്. 8:30 ആകുമ്പോഴേക്കും അവൾ ഇറങ്ങും. ആ സമയത്ത് അവൾ നീറ്റ് അടിച്ചു വാരി തുടക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും 5:30-5:45 ആവും. പിന്നെ അത് കഴിയുമ്പോഴേക്കും എനിക്ക് വിളക്ക് വെക്കേണ്ട അവരൊക്കെ വന്നതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് വൈകെങ്കിലും ഞാൻ തന്നെ കൈയോടെ ഇത് അങ്ങോട്ട് ചെയ്യാറാണ് പതിവ്. പിന്നെ തുടച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടച്ചാലൊരു വൃത്തി കിട്ടുള്ളൂ. അത് കാരണം ഞാൻ തന്നെയാണ് മെനക്കെട്ട് ചെയ്യുക. അവളുണ്ടെങ്കിൽ പിന്നെ എല്ലായിടും അടിച്ച് വാരി തരും കേട്ടോ. അതങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞ പോലെ ലീവുള്ള ദിവസങ്ങളിൽ അവർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അടിച്ചു വാരിയിടലാണെങ്കിലും എനിക്കത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അയ്യോ പകുതി സമാധാനം എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. പിന്നെ അവളുടേതായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവൾ തിരുമ്പാറുണ്ട്, പാത്രങ്ങൾ കഴുകി വെക്കും, ഇതൊക്കെ ഉണ്ട്. നമ്മളിതെല്ലാം കൂടെ നമ്മളൊരു വീഡിയോയിൽ കാണിക്കാത്തതിനെ കൊണ്ടാട്ടോ. അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും റെഡി ആവില്ല. അപ്പോൾ ആ സമയത്തിൻ്റെ കാണിക്കല്ലേ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ എല്ലാ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അങ്ങനെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണൻകുട്ടി ഇതാ ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും നേരത്തെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും രണ്ടാളും കൂടെ ഇപ്പോൾ ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും എത്തി. പെട്ടെന്ന് 4:30 മുന്നേ ആയിട്ട് തന്നെ 4:30 ആകുമ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഈ കിച്ചൻ്റെ ഇവിടെ അല്ലേ, ഇത് എനിക്ക് ഇടയ്ക്കുള്ളൊരു ഭ്രാന്താണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ റൂം ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയും ചെരിച്ചൊക്കെ വയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഒരു മാസമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ഈ പഴയ ഇരിക്കണ പോലെ തന്നെ ഇരിക്കുമ്പോൾ ഒരു സമാധാനക്കേട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും ചെരിച്ചൊക്കെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ ഒരു മഞ്ഞ സ്റ്റാൻഡല്ലേ, ഈ ഒരു യെല്ലോയും റെഡും കൂടെ കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തായിരുന്നു നമ്മുടെ പച്ചക്കറി, ഉള്ളി, അപ്പോൾ ഈ പറഞ്ഞ പോലെ കിഴങ്ങ്, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ആ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു കുഞ്ഞിതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് മതി അത് വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ച ഉണ്ട് ഫസ്റ്റിൽ. ഇത് നമ്മൾ ഇപ്പോൾ ഒരു 2-3 വർഷം മുന്നേ വാങ്ങിയതാണ്.
ഞാൻ ഈ പച്ച എന്ന് പറയുന്നത് കുറേ മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അതിൻ്റെ തണ്ടും കൊലും ഒന്ന് തുടച്ചാൽ മതിയോ വിചാരിച്ചപ്പോൾ അതിൻ്റെ വക്കത്തും അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകിയേ പറ്റുള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ എന്താക്കിച്ചാൽ അതിൻ്റെ കോലും കാര്യങ്ങളൊക്കെ വേറെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ സോപ്പ് പൊടി ഇട്ടിട്ട് ഉരത്തിയിട്ട് വിമ്മിട്ടിട്ട് ഉരത്തിയിട്ട് അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ കമ്പിച്ചകിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വൃത്തിയായിക്കോളും. അപ്പോഴേക്കും ആ യെല്ലോയ്ക്ക് കുറച്ചും കൂടെ ഒരു കളർ വരും. മറ്റേത് ആ ഒരു നമ്മൾ ഈ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നടക്കില്ല. ഇതിപ്പോൾ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ചിലത് ഈ പറഞ്ഞ പോലെ അങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ പൊടി അഴുക്കൊക്കെ. അങ്ങനെയുണ്ട്. കണക്കുട്ടി അതിൻ്റെ ഇടയിൽ വന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് ചോറും നമുക്ക് മുരിങ്ങാക്കറിയാം. മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടാൾക്കും വലിയ ഉഷാറും താല്പര്യമൊന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പൂജിട്ടി വന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ വന്ന് കഴിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കണ്ണൻകുട്ടി പറഞ്ഞു അവനിപ്പോൾ വിശക്കണില്ല, വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബേക്കറി നമ്മുടെ പൊതിക്കേക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക്, അത് കഴിച്ചിട്ടുണ്ട്. ബേക്കറി അല്ല, കപ്പ് കേക്ക് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ ഇതാ ഈ പറഞ്ഞ പോലെ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കി ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നല്ലോണം വിമ്മൊക്കെ ഇട്ട് തേച്ചൊരച്ച് വൃത്തിയാക്കിയിട്ട് അതുപോലെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ മേലെ അങ്ങനെ അങ്ങോട്ട് നീക്കി അവിടെ വെക്കാമെന്നുള്ളതാണ് കേട്ടോ. പക്ഷെ വെച്ചപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചൊരു ഭംഗി അതിനകത്ത് കിട്ടിയില്ല. ഞാൻ ആ ഒരു ഇനിയിപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ മേലെ ഈ പാത്രങ്ങൾ പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പാടാം. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് ശരിയാവണില്ല, എങ്ങനെയും റെഡി ആവണില്ല. വെച്ചു തൽക്കാലം ഇപ്പോൾ കഴുകിയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ മുന്നത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതിനൊന്നും ഒരു കേടൊന്നും ഇല്ല കേട്ടോ. നല്ലോണം കഴുകി തുടച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒരു പേപ്പറൊക്കെ മടക്കി വെക്കും. അതുകൊണ്ട് അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ എന്താക്കി വെച്ചാൽ വേഗം ആ ഒരു പേപ്പറൊക്കെ മാറ്റി ഒന്ന് തുടച്ചിട്ട് വേറെ നല്ലൊരു പേപ്പർ എടുത്തിട്ട്, നല്ല പേപ്പറല്ല, പേപ്പറിനൊന്ന് തട്ടി കുടഞ്ഞെടുത്ത് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അങ്ങനെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലിനി നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളും ആക്കാം, ഇവിടെ അത് വെക്കാമെന്നുള്ളത്. മറ്റേതിൽ നമുക്ക് വേറെ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നാളികേരം ഇതേപോലെ ഒരു ചട്ടിയിലാക്കിയിട്ട് താഴെ പൊതിച്ചതാണെങ്കിൽ അങ്ങനെ അവിടെ താഴെ വെക്കും. പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അങ്ങനെ ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെക്കും കേട്ടോ. ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞളുണ്ട് കേട്ടോ. അത് നമുക്ക് നടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. മുളച്ച് വന്നിട്ടുണ്ട്. അത് നല്ലതല്ലേ, പച്ചമഞ്ഞൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോണോടത്ത് എവിടെയായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കവറിലാണെങ്കിലും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നട്ട് ഇങ്ങനെ കയ്യിൽ വെക്കാറുണ്ട്. പച്ചമഞ്ഞൾ ആയിക്കോട്ടെ, കറ്റാർവാഴ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അന്നാൾ നടാൻ വേണ്ടി വിട്ടു പോയതായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴാണത് മുളച്ചിരിക്കുന്നത് കാണണേ. ഇത് നമുക്ക് നടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് വെച്ച കാരണം മോപ്പൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ നല്ല കയ്യോടെ അടിച്ച് വാരി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മോപ്പൊക്കെ ഒന്ന് കൊണ്ടുപോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നടുക്ക് ഇരിക്കണ കാരണം പറ്റാറുന്നില്ല. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ തുണി മുക്കിയിട്ട് നമ്മൾ കുമ്പിട്ട് ഇരുന്നിട്ട് തുടക്കില്ല, അങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുക കേട്ടോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ മോപ്പൊക്കെ വെച്ചിട്ട് അസ്ഥലമായിട്ട് അവിടുത്തെ പൊടിയും കാര്യങ്ങളും ചളിയൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ആ ടേബിളിൻ്റെ അടിയിലൊക്കെ അരികിലുള്ളതൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മാസത്തിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിങ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇല്ലെങ്കിലും എനിക്കിത് നല്ലോണം ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചാച്ചും ചെരിച്ചൊക്കെ വെക്കുമ്പോൾ എന്തോ മൈൻഡിനൊരു സെറ്റായ പോലെ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ആക്കിയിട്ട്, അതാണെങ്കിൽ പറ്റണമില്ല കേട്ടോ, ചെരിച്ചും ചാച്ചിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ അതിനകത്താണ് കുറച്ച് കുപ്പി ഗ്ലാസ്സുകളുണ്ടായിരുന്നു. നമ്മൾ ആ ടേബിളിൻ്റെ മേലെ ആയിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന, ലൈമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഗ്ലാസ്, അതിൽ നല്ലോണം കൊള്ളുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം അത് നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അതിനിപ്പോൾ എന്തായാലും എടുക്കണ്ടാത്തതൊക്കെ അതിനകത്തേക്ക് ഒതുക്കി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ഇവിടെ ഈ ഉപ്പ് ഭരണി വയ്ക്കുന്നതിൻ്റെ അവിടെ സ്റ്റാൻഡല്ലേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതിനകത്ത് കുറച്ച് പൊട്ടണ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഇതിനകത്തേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പൊട്ടണ ഐറ്റംസാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ അവിടെ എത്തണോടത്ത് വെച്ചിട്ട് അത് വെറുതെ നാശമായി പോകണ്ടല്ലോ. ഇതൊക്കെ കുറേ വർഷം മുന്നത്തെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിലെ കുഞ്ഞ് വെള്ള ആ ഒരു പൊട്ടണ പോലത്തെ സംഭവമില്ലേ, അങ്ങനത്തെ പ്ലേറ്റിലായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു ഒരു വർഷങ്ങളായിട്ട്. എൻ്റെ പ്ലേറ്റ് അതായിരുന്നു കേട്ടോ. വേറുള്ള പ്ലേറ്റിൽ കഴിക്കില്ല ചോദിച്ചാൽ കഴിക്കും, പക്ഷേ ഇതിലങ്ങനെ കഴിച്ച് ശീലമായിട്ട് പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് പൊട്ടി. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് എങ്ങനെയൊക്കെയോ അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് കാരണം ബാക്കിയുള്ളതും കൂടെ പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുക്കാത്ത സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഞാൻ ഒതുക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ചോപ്പർ ഇട്ടല്ലേ നമ്മുടെ, അതൊക്കെ അതിൻ്റെ മേലേക്ക് വെച്ചു. ഒന്നും ഇങ്ങോട്ട് വലിച്ചാൽ നമുക്ക് ഈ ഷെൽഫ് പോലെ ഇങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള അത്യാവശ്യം സംഭവങ്ങൾ മേലെയും വെച്ചു, എടുക്കേണ്ടാത്തതൊക്കെ താഴേക്കൊക്കെ ഒതുക്കി പെറുക്കി അങ്ങനെ അങ്ങോട്ട് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇരിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വെക്കണതൊക്കെ ഈ ഉരുളിയും കുഞ്ഞതൊക്കെയാണ്. ഈ പൂജുട്ടിയുടെയും കണ്ണൻകുട്ടിയുടെ ഒക്കെ കുഞ്ഞിതാകുമ്പോൾ നമ്മൾ കുറുക്ക് കൊടുത്തായിരുന്ന ഉരുളിയാണ് കേട്ടോ. അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ പഴയത്, അതൊക്കെ കഴുകിയിട്ട് അതിനകത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ
നമ്മുടെ ഫുഡൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കറക്റ്റ് അങ്ങോട്ടേക്ക് തന്നെ വെച്ചു. ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് മാത്രം ആ ഒരു ടേബിളിൽ വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഇങ്ങനെ കലമ്പി കിടക്കുമ്പോൾ അല്ലേ, അലമ്പി വാരി കിടക്കുമ്പോൾ എനിക്കൊരു സുഖം തോന്നില്ല. അത് കാരണം അപ്പോൾ ഫുഡും കാര്യങ്ങളും അവിടെയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ യഥാസ്ഥാനത്ത് ഞാൻ അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. 2-3 അളുക്കുകൾ നമ്മുടെ പാപ്പട്ടയ്ക്കാണ് അളുക്ക് എന്നൊക്കെ പറയും കുഞ്ഞു കുട്ടികൾ പറഞ്ഞ പോലെ. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ബേക്കറി ഐറ്റംസ് നമ്മൾ വാങ്ങണേയല്ല, അതൊക്കെ എടുത്ത് വെക്കുന്ന ഒരു പാത്രമുണ്ട്. അതൊക്കെ കാലിയാണ്, ഇപ്പോൾ കഴിഞ്ഞു. അതിപ്പോൾ ആ ഒരു കപ്പ് കേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് കയ്യോടെ എടുത്ത് വെച്ചു. എന്നിട്ട് അടുക്കളയും കൂടെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കിയിട്ട് നമ്മളവിടെ ആ ചവിട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുക്കള ഒന്നും ഇങ്ങോട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കാം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോപ്പ് അങ്ങോട്ട് ഒലുമ്പിയിട്ട് ഞാൻ അങ്ങോട്ട് മുക്കിൽ കുത്തി ചാരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞൊരു തെങ്ങിൻ തൈ ഉണ്ട് കേട്ടോ, അവർ നട്ടിരിക്കുകയാണ് ഓണേഴ്സ്. അപ്പോൾ അതിനും കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇവിടെ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു മുരിങ്ങയുടെ കൊമ്പ് കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ എനിക്ക് മുരിങ്ങ, ചീര സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എനിക്ക് കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കുത്തി നടാറുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവാറുണ്ട്. ദൈവം എത്തിച്ചിട്ട് എനിക്ക് ആ സാധനങ്ങളൊക്കെ ഞാൻ എത്തുന്ന സ്ഥലത്ത് ഉണ്ടാവാറ്. നമ്മൾ ഈ വാടക വീട്ടിൽ നിൽക്കുകയാണെങ്കിലും എങ്ങനെ പോയാലും നമ്മളൊരു കൊല്ലം 2 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കറിയില്ല എന്ന് പറയുമ്പോൾ ഒന്നെടുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ കുത്തിയാൽ നമുക്ക് തന്നെ ഉണ്ടാവും. പിന്നെ വേറെ ആരെങ്കിലും വരുമ്പോൾ അവർക്കും കൂടെ അതൊരു കാര്യമാവില്ലേ. ഒരു നേരം അയ്യോ ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു സമാധാനമല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കിട്ടുമ്പോൾ ആരാണെങ്കിലും ദൈവമേ വലിയൊരു കാര്യമാണ് എന്നുള്ളത് ഞാനൊക്കെ പഴയ വീട്ടിലാകുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ താത്താൻ്റെ മുരിങ്ങടെല്ലാം ഞാൻ എന്ന് പറഞ്ഞ പോലെ എൻ്റെന്ന് പറഞ്ഞ പോലെ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയായിരുന്നു കേട്ടോ. അവരെടുക്കാറില്ല, ഞാനാണ് മൊത്തത്തിൽ ഞാനത് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പോൾ അത് അങ്ങോട്ട് ആക്കിയിട്ടിട്ട് ഞാൻ വേഗം ഇനി നമ്മൾ തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കയ്യോടെ അങ്ങോട്ട് കുത്തി ഇടാം. അപ്പോഴേക്ക് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:10 അപ്പോൾ പിന്നെ തല്ലി തിരുമ്പണില്ല വിചാരിച്ചു. ഇതൊന്നും അഴുക്കില്ലാത്തതാണ് കേട്ടോ, നൈറ്റ് ഇടണയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുത്തി തിരുമ്പിയാലും വലിയ സീനൊന്നുമില്ല. ഇന്ത്യൻ പൂച്ചട്ടിയാണ് കേട്ടോ, കണ്ണൻകുട്ടിയുടെയാണ് ഇവിടെ അടാറ് ചളി ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഞാൻ എന്താ വെച്ചാൽ അവൻ്റെത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തോട്ടിൽ പോയിട്ട് കയ്യോടെ തിരുമ്പിക്കോളാൻ പറയും. ഒരച്ചൊരച്ചിൻ്റെ കൈൻ്റെ ഊപ്പാടെ ഇളകും കേട്ടോ. ചില സമയങ്ങളിൽ അവൻ തിരുമ്പാറുണ്ട്, ചില സമയങ്ങളിൽ ഇവിടെ കൊടുത്തിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഐറ്റംസ് ഒന്നുമില്ല, ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബക്കറ്റ് നല്ല വെള്ളം എടുത്തിട്ട് ആ മുരിങ്ങാക്കൊമ്പിനൊക്കെ ഒഴിച്ചു കൊടുത്തു, നമ്മുടെ മുളക് മരത്തിന് ഒഴിച്ചു കൊടുത്തു, തിരുമ്പിയ കല്ലുമ്മ ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേഗം ഒരുമ്പി പിഴിഞ്ഞ് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഈ ഒരു സമയത്ത് ഇവിടെ ഇറങ്ങി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എന്താ വെച്ചാൽ വെയിലും ഉണ്ടാവില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. പിന്നെ ഈ നേരത്തെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വൈകുന്നേരത്തെ വിളക്ക് വെക്കേണ്ട സമയമാകുമ്പോഴേക്കും വീട് മൊത്തത്തിൽ വൃത്തിയാവുകയും ചെയ്യും. കുളിച്ചങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ കിട്ടും. രാവിലെ വൈകുന്നേരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സീനില്ല. നേരത്തെ കാലത്ത് നീറ്റാലും ഈ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ വേണ്ടി പറ്റും. വൈകിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈകിട്ടാകുമ്പോൾ പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ എല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം റെസ്റ്റ് ഒന്നും കിട്ടില്ല, അടുത്ത് ഇതിന് തന്നെ ഇറങ്ങേണ്ടി വരും. നേരത്തെ കാലത്ത് നീക്കുകയാണെങ്കിൽ പാടൊന്നുമില്ല. ഇപ്പോൾ ഈ ഗുളിക കുടിക്കണെ കൊണ്ട് എനിക്ക് നല്ലോണം അത് ഡോസില്ലാണ്ട് എനിക്ക് രാവിലെ നീക്കാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം രാവിലത്തെ വ്ളോഗ് എടുക്കുമ്പോഴേക്കും പിള്ളേർക്ക് നേരം വൈകുമെന്ന് വെച്ചിട്ട് ഓടിച്ചാടി പടഞ്ഞിട്ടൊരു കാട്ടിക്കൂട്ടലായിരിക്കും. അത് കാരണമാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഇനി ലോങ് വീഡിയോ, രാവിലത്തെ മോർണിംഗ് വീഡിയോ, ഡയൻമൽ ലൈഫൊക്കെ ആയിട്ട് നമ്മൾ ഇതാ വൈകാണ്ട് വരണമായിരിക്കും. അപ്പോൾ തിരുമ്പിയതൊക്കെ ഊരിപ്പിഴിഞ്ഞിട്ട് ഇതാ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഉമ്മറത്തെ ചെടികൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ തലേദിവസവും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് പിന്നെ ആ തന്നെ ഒരു മഴയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ എന്നാലും ഇടയ്ക്ക് നല്ല വെയിലാണ്. അപ്പോൾ അവർക്കുള്ള വെള്ളം അവർക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ ഒരു സമയമായ ഒരു സമാധാനക്കേടാണ് കേട്ടോ. എനിക്ക് അത്രയും വെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പൂജുട്ടീനോടെങ്കിലും പറയാം, കുട്ടികൾക്ക് ലേശം വെള്ളം കൊടുക്കുമോ എന്നുള്ളത്. നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഒരു തുള്ളി വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഈ ഒരു സമയം എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്. തല നനച്ച് കുളിച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ, നമ്മളിന്ന് മീനൊന്നും കൂട്ടിയിട്ടില്ല. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ആയാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ തല നല്ലോണം വേർത്ത് കഴിഞ്ഞാൽ വൈകിട്ട് തല നനയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മേലെ എഴുകാറില്ല കേട്ടോ. മീനും ഇറച്ചിയൊക്കെ കഴിച്ചാൽ വൈകിട്ട് പിന്നെയും തല നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ, വിളക്ക് വെക്കണേ കൊണ്ട്. അങ്ങനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം ഈ ഒരു ത്രിസന്ധ്യ സമയം എനിക്ക് നല്ല ഇഷ്ടമുള്ള സമയമാണ്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈകിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നമ്മൾ ഒരു ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കായിട്ട് കറക്റ്റ് സമയം കിട്ടുക എനിക്ക് ഈ ഒരു സമയത്താണ്. വിളക്ക് വെച്ച് കഴിഞ്ഞ ഒരു മണിക്കൂറൊക്കെ എനിക്ക് അതിന് വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തിലെ എഡിറ്റിങ്ങും കാര്യങ്ങളും കുട്ടികളുടെ കാര്യത്തിനും അതിനൊന്നിനും വേണ്ടിയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നമ്മുടെ ഇതില്ലേ എന്താ കുന്തിരിക്കത്തിൻ്റെ കട്ട അതും കൂടെ പൊക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിൻ്റെ സ്മെല്ലും കൂടെ വരുമ്പോഴേക്കും സീനാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. വൈകിട്ടാകുമ്പോഴേക്കും ഇതിൻ്റെ കർപ്പൂരത്തിൻ്റെ ചന്ദനത്തിരി, ചില നല്ല ചന്ദനത്തിരിയുടെ ഒക്കെ കേട്ടോ. എനിക്ക് ആ സൈക്കിൾ ചന്ദനത്തിരി ഇഷ്ടമല്ല കേട്ടോ.
ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരികയിൽ എനിക്ക് പേടിയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ചില സ്മെല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ എല്ലായിടവും പുകച്ചു. നമ്മുടെ റൂമിലും കൊണ്ടുവന്നിട്ട് പുകച്ചു. എല്ലായിടവും ഒന്ന് പുകച്ചിട്ട് റൂമും കൂടി ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് അതിനകത്ത് തങ്ങി നിന്നോളൂ കേട്ടോ. അങ്ങനെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയിട്ടൊന്ന് ഇരുട്ട് വൈബ് വരട്ടെ. ഇത്ര നേരം നല്ല വെളിച്ചമായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം 6:10 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇടയ്ക്ക് തലയ്ക്കും വന്നും പോയിട്ടും ഇന്നിങ്ങനെ വൈകുന്നേരം ഭയങ്കരമായിട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ പൂജിട്ട് വരുമ്പോൾ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കഥകളാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കഥകൾ എനിക്ക് ചില ബുക്ക് വായിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. അതുപോലൊരു ബുക്കായിരുന്നു അത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഇവർക്ക് ഉറക്കെ ഇരുന്ന് വായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പറയാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ, സീ യു.